പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് കൃഷിയെ പലതരത്തില് തരംതിരിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ പ്രസ്താവനപരമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് ഈ ഭാഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ കൃഷിയെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമതായി ഉപജീവന കൃഷിയായ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. പിന്നൊന്ന് സമ്മിശ്ര കൃഷിയാണ്, പിന്നൊന്ന് തോട്ടവിള കൃഷി, മറ്റൊന്ന് വാണിജ്യവിള കൃഷി. അപ്പൊ ഈ 4 തരത്തിലുള്ള കൃഷി രീതികൾക്കും പല ഗുണങ്ങളുണ്ട്, അതേപോലെ നേട്ടങ്ങളുണ്ട്. നമുക്കത് നോക്കാം. കർഷകർ തങ്ങളുടെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി. കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിനായിട്ട് മാത്രം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, അത് ഉപയോഗിച്ച് ജീവിക്കുന്നു. ഇതാണ് ഉപജീവന കൃഷി. ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. ലാഭം നേടുക എന്നതല്ല ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യം. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കൃഷി രീതി, നമ്മളത് ലാഭം ലക്ഷ്യമാക്കിയിട്ടല്ല നടത്തുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ നമ്മളത് മറ്റു ചില ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പരമ്പരാഗതമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി രീതികൾ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, ഉപയോഗിക്കുന്നത്. അടുത്തത് സമ്മിശ്ര കൃഷിയാണ്. സമ്മിശ്ര കൃഷി എന്ന് വെച്ചാല് ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി. ഒരേ സമയം ഒന്നിലധികം കൃഷി. ഇതിനൊപ്പം കന്നുകാലി വളർത്തലുണ്ട്, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോ ഇവിടെ കന്നുകാലികൾക്ക് തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കുന്നു. ഇതില് ചെലവ് താരതമ്യേന കുറവായിരിക്കും. ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. കന്നുകാലി വളർത്തലും കോഴി വളർത്തലും മീൻ വളർത്തലും ഇവയോടൊപ്പം നമുക്ക് നടത്താൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഉപകാരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ കൃഷി രീതിയിൽ ചെലവ് താരതമ്യേന കുറവായിരിക്കും. അടുത്തത് തോട്ടവിള കൃഷിയാണ്. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായിട്ടുള്ള തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നത്. ഇപ്പോ തോട്ടവിളകളാണ് തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവ. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായിട്ട് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ദീർഘകാല വരുമാനം ലഭിക്കും. അതേപോലെ താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രധാന പ്രത്യേകതകളാണ്. ദീർഘകാലം വരുമാനം ലഭിക്കും, താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവുമായിരിക്കും. അടുത്തത് വാണിജ്യവിള കൃഷിയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യവിള കൃഷി. കാർഷികോൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യവിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ ഉണ്ടല്ലോ, അത് വാണിജ്യവിള കൃഷിയിൽ നിന്നാണ് പ്രധാനമായിട്ട് ലഭിക്കുന്നത്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി രീതി കൂടിയാണിത്. അപ്പോൾ ഉയർന്ന മൂലധന നിക്ഷേപം വേണം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന കൃഷി രീതികളാണ് റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ എന്താണ്? വാണിജ്യ വിളകളാണ്. അപ്പൊ വാണിജ്യ വിളയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഉയർന്ന മൂലധന നിക്ഷേപം, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. എക്സാമ്പിൾ ആയിട്ട് റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയാണ്. ഇവിടെ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വ്യവസായശാലകളിൽ പ്രധാനമായിട്ടുള്ള കാർഷിക അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് വാണിജ്യവിള കൃഷിയിൽ നിന്നാണ്. അടുത്തത് തോട്ടവിള കൃഷിയുടെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് പ്രത്യേകത ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവുമാണ്. ഇവിടെ തോട്ടവിളകളായിട്ട് വരുന്നത് തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് തുടങ്ങിയവയാണ്. അടുത്തത് സമ്മിശ്ര കൃഷി. ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കുന്നു. ചെലവ് താരതമ്യേന കുറവായിരിക്കും. ഈ കൃഷി രീതിയുടെ കൂടെ എന്തൊക്കെ ചെയ്യാം? കന്നുകാലി വളർത്തലും കോഴി വളർത്തലും മീൻ വളർത്തലും ചെയ്യാം.
ഇനി അടുത്തത് ഉപജീവന കൃഷി. ഉപജീവന കൃഷിയിൽ നമുക്ക് ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള വിളകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. ചില അവസരങ്ങളിൽ നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിൽക്കുന്നുണ്ട്. അതേപോലെ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചില പ്രസ്താവന ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.